ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ്സ് ഓൺ. ഗുഡ് മോർണിംഗ്. ഇത് 5ാമത്തെ ദിവസം തോന്നുന്നു ഡെയിലി വ്ളോഗ് തുടങ്ങിയിട്ട്. ഇപ്പൊ സമയം 4 മണി. നമ്മളിവിടെ പോവാണ്, ബോക്സിങ്ങിന് പോവാണ്. ഓക്കെ, നമ്മളെ റോബിയേട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ലൈൻ കട്ട് ആവുന്നുണ്ട്. പുള്ളിക്ക് വൈകുന്നേരം പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എല്ലാവർക്കും ജോലിയുണ്ട്, പക്ഷെ അങ്ങനെയല്ല. പുള്ളി ലേറ്റ് ആവും. റെസ്റ്റോറൻറ്റിലെ മാനേജറാണ്. അപ്പോൾ രാത്രിയാവും വീട്ടിലെത്താൻ. മച്ചി എന്താ പറയുന്നത്? എന്നാ പറയുന്നു? സുഖല്ലേ? റോബി വിളിച്ചായിരുന്നു, അവന് ബാക്ക് പെയിൻ എന്ന് പറഞ്ഞു. ബാക്ക് പെയിൻ ആളെയാ? അയ്യോ. ഓക്കെ, ഇപ്പോ നമ്മൾ ജിമ്മിൽ പോവാണ്. അപ്പൊ റോബിയേട്ടനില്ല. 4:20 തൊട്ട് ഒരു 5:20, 5:30 വരെ നമ്മൾ ചെയ്യും. തിരിച്ചു വരും കേട്ടോ. ഇന്നും ബോക്സിംഗ് ഡേ ആണ്, നാളെയാണ് ജിം ഡേ. ഓക്കെ, അപ്പൊ ഉഷാറായിട്ട് ഇരിക്കെ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ എപ്പിസോഡ് അല്ലേ? വേറൊരു ദിവസം, വേറൊരു തുടക്കം. വൈബ് വൈബേ. അപ്പൊ അടുത്ത് കാണാം. നമ്മുടെ ഇവിടെ എത്തി. പക്ഷെ ചെറിയൊരു പ്രശ്നം, പുള്ളിനെ കാണുന്നില്ല. അതായത് നമ്മളെ കോച്ച് ഇനി ഉറങ്ങിപ്പോയതാണോ? അതെ, നാളെ കാണുമ്പോ പുള്ളിനെ ട്രോളണം. വേണ്ട, ഇടിയിട്ടും വിളിച്ചു നോക്കാം. എടുക്കണില്ലല്ലോ. ഫുൾ ഒക്കെ അല്ലേ? ആ, പണി കിട്ടി. Later that same evening. Back pain. ജംപ് റോപ്പ് തുടക്കം ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഇല്ലേ, ഒറ്റൊന്നും പോലും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് അഗ്ലി ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. 2-3 പ്രോഗ്രസ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യുന്നുണ്ട്. തവള ബ്രോ, നല്ല ചെയ്ത് ചെയ്തിട്ട് തരാം. $1500 പഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ചാവുന്ന് അല്ലേ? ഓഫ് കോഴ്സ്. അമ്മേ, 1500 ഇടി ഇടിച്ച്. പക്ഷെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ആഴ്ചത്തെ അത്രയും ടയർഡായില്ല. കഴിഞ്ഞ ആഴ്ച ഡെഡ് ആയിരുന്നു 1500 ഇടി എന്ന് പറയുമ്പോ അല്ലേ? ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നോണ്ടെന്നു. ഇപ്രാവശ്യം സ്റ്റാമിന ഉണ്ടായിരുന്നു, പക്ഷെ ടയർഡായി. അവസാനം വരെ നമ്മൾ പിടിച്ചത്. ഏട്ടാ കഴിഞ്ഞിട്ടാ വർക്കൗട്ട് കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളെ മൂഡ് എന്തോ ആയിക്കോട്ടെ, രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചിലപ്പം ആരംഭം മൂഡിലായിരിക്കും. എല്ലാ ദിവസവും നല്ല മൂഡാവണമെന്നില്ല. പക്ഷെ ആ വർക്കൗട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് ഉണ്ട് മാൻ. അത് ഭയങ്കര വേറെ ലെവലാട്ടാ. പിന്നെ എനിക്ക് ഈ പിള്ളേരോട്, ഈ വാച്ച് ചെയ്യുന്ന പിള്ളേരോട് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ ഫ്രണ്ട് സർക്കിൾ ഇതേപോലത്തെ ആയിരിക്കണം. ലൈക്ക് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കണം. ഇല്ലെങ്കിൽ പോക്കാട്ടാ കാര്യം. കാരണം നമ്മളെ പാരൻസിനേക്കാളും നമുക്ക് ഷെയർ ചെയ്യാനും എന്തും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോവാണ്, ഫുഡ് കഴിക്കണം, ബാക്ക് ടു ജോലി. അതുപോലെ ഞാൻ ശ്രീഹരിനോട് മാക്സിമം വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അവൻ ഈ എന്താ പറയാ, ക്യാമറ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇൻട്രോവേർട്ടാ. ആ ഒരു വിഷയം ഉള്ളതുകൊണ്ട് അവന് സംസാരം അധികം വരില്ല. ആ ഒരു ഫ്ലോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അവനെ കണ്ട അവൻ എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. അത് സത്യാട്ടാ. അവനെ കണ്ട അവൻ എക്സ്ട്രോവേർട്ട്, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. അവന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴാ. ശരിയാ. നമസ്കാരം. ഹലോ. അവനൊരു എന്താ പറയാ, എക്സ്ട്രോവേർട്ട് അല്ല, എക്സ്ട്രോവേർട്ട് ആണ് അവന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഗ്രൂപ്പിന്റെ ഇടയിലെ. പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കാര്യം വരുമ്പോ അവനൊരു അതെ. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തിയിട്ട് അമ്മമ്മ ഇന്ന് പോവാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മമ്മ ഉണ്ടാവില്ല. അമ്മമ്മ നാട്ടിൽ പോവാണ്. റിസാന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോവാണ് നാട്ടിൽ. ഹാപ്പി ജേർണി. ഓക്കെ, അതുകൊണ്ട് വീട്ടിൽ പോയി അമ്മമ്മനെ ഒന്ന് കണ്ട് ബൈ ബൈ പറയാം. Later that same evening. ഒരു സാധനം കാണിച്ചേ. ഇതെന്താ ബീച്ചിൽ യാത്ര പോലിട്ടില്ല? എന്താ ഇത് സംഭവം? കരുതി ഓടാ, പാന്റ് സ്കിൻ തമ്മിൽ ഒരു വ്യത്യാസമില്ല. അത് ശരിയാതെ. ഇറക്കോ തോപ്പിയോടല്ല. ഇപ്പൊ സമയം 10 മണിയായി. ഞാൻ എണീക്കാൻ കുറച്ച് വൈകി. ബിക്കോസ് എഡിറ്റിംഗ് പരിപാടിയിലായതുകൊണ്ട് കുറച്ച് തിരക്കായി പോയി. പിന്നെ ഇന്ന് അമ്മാമ്മ പോകുന്ന ദിവസമാണ്. അമ്മമ്മ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടിയുണ്ട്, തിരക്കുണ്ട്. അപ്പോൾ എഡിറ്റിംഗ് കുറച്ച് ലാഗ് ആവും ഇന്ന്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം ഞാൻ പോകുന്നത് ഫുഡ് വാങ്ങാൻ.
അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് എഡിറ്റ് ചെയ്ത് വെക്കണം. എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അമ്മമ്മ പോവും. അമ്മമ്മേനെ കൊണ്ടാക്കാൻ ഞാനും അമ്മയും കൂടെ പോകുന്നു. അപ്പം തിരക്കായിക്കൊന്ന് ഫുള്ള്. ഫുഡ് വാങ്ങണം, കുറച്ച് നേരം എഡിറ്റ് ചെയ്യണം, എന്നിട്ട് അമ്മമ്മേനെ കൊണ്ടാക്കണം. അതൊരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അമ്മമ്മേനെ അവിടെ കൊണ്ടാക്കിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും എഡിറ്റ് ചെയ്യണം. പിന്നെ രാത്രി ഒരു പരിപാടി ഉണ്ട് പോകാൻ, അതിന് പോകണം. പിന്നെ ഗായ്സ് ഞാനിപ്പോൾ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോണി A7 III നിങ്ങൾ എങ്ങനെയുണ്ട് പറ. ഇത് S-Log ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ സാധാ മോഡിലിടുമ്പം ഓവർ എക്സ്പോസ്ഡ് എല്ലാം ആകും. അപ്പോൾ നിങ്ങൾ പറ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് വരാം. നല്ല മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴക്കാറുണ്ട്. ഇതാണ് നമ്മൾ ഫുഡ് വാങ്ങാൻ വന്ന സ്ഥലം. ചിക്ക്-ഫിലെ എന്ന് പറയും. Shri, S-R-E-E. Okay, what's gonna be for you? Can I get the 4 count chicken minis? Okay, the entree or the meal? Just the entree. Okay, anything else? And the 10 count. Entree too? I'll just get hash browns, but no drink. Okay, anything else for you? That'll be it. 21.54 please. Okay, you're gonna go ahead on the first lane. Have a Alright, good thank day. you. You too. Thank you, bro. You have a good one. അപ്പോൾ ഫുഡ് കിട്ടി, ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വ്ളോഗിനോട്? വ്ളോഗിനോട് എല്ലാവരും വൈബ്സോണിൻ്റെ ക്ലോത്ത് കയറി ഓർഡർ ചെയ്യുക. എൻ്റെ മക്കളൊരു നല്ല നിലയിൽ എത്തുമ്പോൾ നിങ്ങൾ അതേപോലെ നല്ല ഇതാക്കും. അമ്മമ്മ നാട്ടിൽ പോകാനായില്ലേ? റെഡി ആയില്ലേ? എന്നോ ഒരു സന്തോഷമില്ലാത്ത ഇമോഷണലായി. ഇതാണ് ചിക്ക്-ഫിലേത്തെ ഭക്ഷണം. ലഞ്ച് ടൈമായി, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ഞാൻ നേരത്തെ ഫുഡ് കുറച്ച് കഴിച്ചുകൊണ്ട് നമുക്ക് വലിയ വിശപ്പില്ല. പിന്നെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ, വെയിലില്ല. ഇന്നലെ വെൽക്കം ടു ടെക്സസ്. ഒരു ദിവസം ഭയങ്കര ചൂടായിരിക്കും, ഒരു ദിവസം മഴയായിരിക്കും, പിന്നെ സ്നോയിലുണ്ടാവും. അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഹറിക്കെയിനിൽ ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം അടിച്ചു വരും. അപ്പൊ ഇന്ന് എന്താ പറയാ, വലിയ ചൂടൊന്നുമില്ല, നല്ലൊരു ക്ലൗഡി കാലാവസ്ഥ, നല്ല അടിപൊളി. ഇന്നത്തെ കാലാവസ്ഥയിലൊന്നും സൺസ്ക്രീൻ ആവശ്യമില്ല അല്ലേ? ശരിക്കും എന്റെ ഒരു സൺസ്ക്രീൻ അതിന്റെ ഉള്ളുണ്ട്. ഓക്കെ എടാ, ഒരു ട്യൂബാ, ഒരു വലുത്, അത് എന്റെ വീട്ടിലാണ്. എന്റെ ഭാര്യ സൺസ്ക്രീൻ ആണ്. എങ്ങനെ എത്തുന്ന ഞാൻ വെച്ച് ഇടിയാന്ന് വണ്ടിയിലേക്കെല്ലാം കയറ്റി വെക്കാൻ പോലെ. ഇതാ നമ്മളിപ്പം ഡിസംബർ എല്ലാം ആകുമ്പോൾ നാട്ടിൽ പോകും അല്ലേ? അപ്പം നാട്ടിൽ നിന്ന് ഡിസംബർ ആയിട്ട് വ്ളോഗുകൾ കാണാം. അതെ, വണ്ടി കയറിയോ അമ്മമ്മ? ഉഷാറല്ലേ? ജോലി കഴിഞ്ഞു. അമ്മമ്മേനെ കൊണ്ടാക്കാൻ അമ്മയും അനിയനും വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനിപ്പോ വീട്ടിലെത്താറായി. പ്രസാറിനെ ഇറക്കി. നിങ്ങൾക്ക് ഈ പാട്ട് അറിയാമെന്ന് നോക്കണേ. സജിന. ഞാൻ പാട്ട് പാടുകയാണ്, കാരണം കോപ്പിറൈറ്റ് അടിക്കില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പാടിയാലും കോപ്പിറൈറ്റ് അടിക്കും, അത്ര പെർഫെക്ഷൻ ആയതുകൊണ്ട്. പക്ഷെ ഞാൻ പാടാം. സജിന, എന്റെ സജിന, നീ മുഖം മറച്ചിരിക്കുന്നതെന്തിനാ? ഈ പാട്ട് അറിയാം നിങ്ങൾക്ക്? എന്നിട്ട് നിങ്ങൾ പറയും തന്ത വൈബാണ്. ഞാൻ തന്ത വൈബും അല്ല, അതിന്റെ അപ്പുറം അച്ചച്ചൻ വൈബ് എന്തുവാണ് ഞാൻ കേട്ടാ. പണ്ടത്തെ പാട്ടാ MGന്റെ. നീ മുഖം മറച്ചിരിക്കുന്നതെന്തിനാ. ഈ പാട്ട് അറിയുന്നവർ താഴെ കമന്റ് ആയിട്ട് ഇടണം കേട്ടാ. എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ പാടിയത്. ഇപ്പം 3:30 ആവാറായി. ടീം മീറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇരുന്ന് പണിയെടുക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലിയിൽ ചെയ്യും. പ്രയോറിറ്റീസ്, എൻ്റെ ബ്രാൻഡാണ് എനിക്ക് പ്രയോറിറ്റീസ് അറിയും ജോലി. അതുകൊണ്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഒന്ന് വേഗം കുളിക്കട്ടെ, നമുക്ക് പണിയെടുക്കാം. ഓക്കെ, വൈബട്ടിരിക്കും കേട്ടാ. സാധനം എടുത്തു വെക്കാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ട് കയറിക്കോ, ഞാനില്ലേ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. അവര് പിന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാൻ പാർക്ക് ചെയ്തിട്ട് അവരുടെ അടുത്തോട്ട് പോകും. അമ്മമ്മ പോകുന്നത് പ്രസിഡന്റിന്റെ ഫാമിലി പോകുന്നുണ്ട് നാട്ടിലോട്ട്. അപ്പോൾ അവരെപ്പോഴും അമ്മമ്മ പോകുന്നത്. അവർ കണ്ണൂരാണല്ലോ, അപ്പം ഒരു കൂട്ടായി. കോഴിക്കോട് വരെ അവരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി വന്നിട്ട് അമ്മമ്മേനെ കൂട്ടി കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്തിട്ട് കാണാം. ഞാൻ പാർക്ക് ചെയ്ത സ്ഥലം മാറിപ്പോയി. നിങ്ങളിത് ആലോചിക്കണം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പബ്ലിക്കിലൊരു ബ്ലോഗ് ചെയ്യുന്നത്. പേടിയാവുന്നു. ബാക്കിൽ താളെല്ലാം എന്നെ നോക്കുന്നു. ട്രെയിൻ വന്നു. നമ്മളിപ്പം ടെർമിനൽ സിയിലാണ്. നമുക്ക് പോകേണ്ടത് ടെർമിനൽ ഡിയിലേക്കാണ്. ഷെയ്ക്കുണ്ടല്ലേ? ഷെയ്ക്കുണ്ട്. അമ്മ അത് റെഡിയല്ലേ? നാട്ടിൽ പോകാൻ റെഡിയല്ലേ? പ്രസാദം വരുന്നില്ല? വായ്, നമ്മളൊരു 2-3 മാസം കഴിയുമ്പോൾ വരും കേട്ടോ. വിളിക്കാം.
You gotta go through this way to get to Terminal A. ഇതാ. അപ്പം നമ്മൾ പിന്നെ വണ്ടിയിലോട്ട് പോകുന്നത് ഇപ്പോൾ വീട്ടിലോട്ട് പോലെ പിന്നെ കാണാം. ഓക്കെ, പീസ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ്. എന്താ പാട്ടല്ലത്? ആ പാട്ടിലൊരു മാജിക് ഉണ്ട്. എത്ര കേട്ടാലും മടുക്കാത്തൊരു ഫീൽ ഉണ്ട്. വെട്ടത്തിലെ ആ പാട്ടില്ലേ, ആ പാട്ട് പോലെ ഒരു വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. വർക്ക് മോഡ് ഓൺ. ഓ, ഇന്ന് മാത്രം നമ്മളെ വെബ്സൈറ്റിൽ കയറിയത് 1057 ആൾക്കാരാണ്. യാ നമ്മളെ വെബ്സൈറ്റിൽ കയറിയത്. നൈസ്. കുറച്ച് നാളായി ഇതിൻ്റെ പുറകെ. കഷ്ടപ്പാടെന്ന് വെച്ചാൽ കഷ്ടപ്പാടാണ്. നല്ല പണിയെടുത്തിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനി നല്ല പണിയെടുത്തിട്ട് ഞാൻ ഇതിനേക്കാൾ എത്തും. ആ ഗ്രോത്ത് നിങ്ങളും കൂടെ കാണണം. താങ്ക് യു. Hello. ഇപ്പോൾ പണിയെടുക്കാം അല്ലേ? വർക്ക് കഴിഞ്ഞു ഗൈസ്, വർക്ക് കഴിഞ്ഞു. നല്ലോണം പണിയെടുത്തതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഫുൾ ഡേ പ്രൊഡക്റ്റീവ് ആയിരുന്നു. രാവിലെ എണീച്ച് ജിമ്മ്, പിന്നെ ജോലി, അത് കഴിഞ്ഞ് ബ്രാൻഡിന്റെ വർക്ക്, പിന്നെ ശ്രീഹരിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് പണ്ട് ഇവൻ ഹാർഡ് വർക്കിംഗ് അല്ലായിരുന്നു, പണ്ട് ഇവൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഹാർഡ് വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്രാജുവേറ്റ് ആയി, കോളേജിൽ പോകുന്നില്ല. ബിക്കോസ് നമ്മളെ ബിസിനസ് സെറ്റ് ആവുന്ന എനിക്കറിയാം. അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്യണം നമ്മള്. അതെ, റൈറ്റ്. നമ്മള് ഇത് സേവ് ചെയ്ത് വെച്ചോ. ഈ വീഡിയോ എന്തായാലും ഞാൻ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങളിത് വെച്ചോ, നോക്കി വെച്ചോ. നമ്മളെ ബ്രാൻഡ് ക്ലിക്കാവും. ഓക്കെ, ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിക്കാവും. ഒരു ചിന്നപ്പൊളി നമ്മൾ പൊളിക്കും. ആ ബ്രാൻഡ് ക്ലിക്കായതിനു ശേഷം ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് കിട്ടും. റോൾസ് റോയ്സ്, അതുപോലെ നമ്മള് ട്രാവല്, പിന്നെ നമുക്ക് ജോലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഫൺ ലൈഫ് ആയിരിക്കും. ഫൺ ലൈഫ് മീൻസ് നിങ്ങളെ ഇൻസ്പയറും ചെയ്യും. അതുപോലെ തന്നെ ട്രാവല് എന്റെ സമയം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം ഞാൻ എനിക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി തുടങ്ങും. അത് ഓൾറെഡി നമ്മൾ കണ്ടു. അത് എനിക്ക് ഓൾറെഡി ഞാൻ വിഷ്വലൈസ് ചെയ്തു. ഞാൻ ഓടിക്കുന്ന റോൾസ് റോയ്സ് വരെ ഞാൻ വിഷ്വലൈസ് ചെയ്തു. ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയും ഓവർ കോൺഫിഡന്റ് ആണ്. ഒരിക്കലല്ല. ഞാൻ എന്നിൽ തന്നെ ബിലീവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ വിഷനിൽ ബിലീവ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പട്ടിപ്പണി എടുക്കുന്നുണ്ട് ഡെയിലി. മനസ്സിലായ കുറച്ച് നാളായി ഈ ഓട്ടം തുടങ്ങിയിട്ട്. എനിക്ക് മടുക്കുന്നില്ല. കാരണം വലിയൊരു ഡ്രീം ഉണ്ട്. അത് ചേസ് ചെയ്ത് നമ്മൾ എത്തിയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ബ്രാൻഡ് ക്ലിക്ക് ആയതിനു ശേഷം നമ്മൾ ഈ ചാനലിലും അടിപൊളി വീഡിയോസ് വരും. കാരണം ട്രാവല് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഫൈനാൻഷ്യൽ ഫ്രീഡം എനിക്ക് കിട്ടണം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് എന്ത് മഴയുണ്ടായി. എന്താ ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ മിന്നലും ഇതെല്ലാം വന്നിട്ട് കമ്പ്യൂട്ടർ ഇങ്ങനെ ഓഫ് ആയി പോയി. പോടാ, ഞാൻ പേടിച്ചില്ലേ. അയ്യോ. ഞാൻ താഴെ പോയി അമ്മേന്റെ. പിന്നെ കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ശ്രീഹരിന്റെ വ്ളോഗ് വേണമെന്ന്. കാരണം എനിക്കറിയാം ഞാൻ ഭയങ്കര കുറച്ച് ഓവർലി മെച്യൂർ ആയിട്ട് എപ്പോഴും ഡിസിപ്ലിൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളാണ്. ഫണ്ണില്ല എൻ്റെ ലൈഫിൽ. അതില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവന്റെ ലൈഫ് അങ്ങനെയല്ല. ഇവൻ യങ് ആണ്. ഇവന് നിങ്ങൾ ആ ഒരു വൈബുമായിട്ട് മാച്ച് ആവും. നിങ്ങൾ എഡിറ്റ് ചെയ്തിടുന്ന എന്റെ സ്റ്റോറീസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നെ ഫേമസ് ആക്കി നിങ്ങൾ. ഗൈസ്, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇതാ നമ്മളെ ഷർട്ടുകളുണ്ട്. ഇത് വരികയാണ്. അപ്പം നിങ്ങൾക്ക് ലിനൻ 100% ലിനൻ ഷർട്ടുകൾ വേണമെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ പോവാ. www.thevibezone.com പോവാ. പ്രീമിയം പാക്കേജിംഗിൽ നിങ്ങളുടെ വീട്ടിലേക്ക് 2 ദിവസത്തിനുള്ള സാധനം എത്തും. ഓക്കെ, 2 day shipping all around കേരള. യെസ്, VZ ഈദ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 200 rupees ഓഫ് കിട്ടും. ഈദിന്റെ സ്പെഷ്യലാണ്. ഹാപ്പി ഈദ്. അടിച്ചു വിളിക്കും, ഉഷാറാക്ക്. എന്നിട്ട് നിങ്ങൾ ഇട്ട് വെക്കുന്ന ഫോട്ടോസും വീഡിയോസും നമുക്ക് അയക്ക്. നിങ്ങളെയും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണം. ഏട്ടന്റെ വേണമെങ്കിൽ ഫോളോ ചെയ്തോ. എന്റെ മോട്ടിവേഷൻ ആണ്, സത്യസന്ധമായിട്ട് പറയാം. എന്റെ മോട്ടിവേഷൻ സാധനമാണ്. നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ആക്കുന്ന സാധനമാണ്. ഇവന്റെ സാധനമാണ്. ഒരു കാര്യം പറയാൻ പറ്റൂലേ. ഓക്കെ അല്ലേ? അപ്പൊ വേറെ പറയല്ലേ. ഇനി മുതൽ വ്ളോഗിന്റെ ലെങ്ത് കൂടുന്നതിന് പറഞ്ഞാൽ കുറച്ചിട്ടല്ലേ കുറച്ച് കുറക്കാം. ബിക്കോസ് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. പിന്നെ എഡിറ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് പോകും. കട്ട് ഡൗൺ. ഓക്കെ, പീസ്.